നമ്മൾ ഓൾറെഡി 50 രൂപ താഴെ 10 സ്റ്റോക്കുകൾ പരിചയപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ റിസൾട്ടുകളെ ബേസ് ചെയ്തിട്ട് 100 രൂപ താഴെ ഏകദേശം 10ഓളം സ്റ്റോക്കുകളെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ഉചിതമായത് സെലക്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിലെ പല സ്റ്റോക്കുകളും ലോങ് ടൈമിലേക്കും നല്ലതാണ്. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു, അത് മെമ്പേഴ്സായിട്ടുള്ളവർ കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 10ഓളം സ്റ്റോക്കുകളുണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് RS സോഫ്റ്റ്വെയർ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇത് മെയിനായിട്ട് സോഫ്റ്റ്വെയറുകളുടെ ഡെവലപ്മെൻറ്റ്, ടെസ്റ്റിംഗ്, മെയിൻ്റെനൻസ് നടത്തുന്ന ക്ലയൻസിന് വേണ്ടി നടത്തുന്ന ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റം ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കമ്പനി ഓൾറെഡി US-ലും ഇന്ത്യയിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ്. അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് കാഴ്ചവെച്ചത്. മാത്രമല്ല ഈ സ്റ്റോക്ക് RS സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന കമ്പനി നമ്മൾ പലതവണ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പ് 40 രൂപ റേഞ്ചിൽ നമ്മൾ പരിചയപ്പെടുത്തിയ കമ്പനിയാണ്. നിലവിൽ അത് 65 രൂപ റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പരിചയപ്പെടുത്തുന്ന രണ്ടാമത്തെ കമ്പനി എന്ന് പറയുന്നത് SBFC ഫിനാൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പോൾ ഇത് ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ്. മെയിനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ MSME സെഗ്മെൻറ്റിലേക്ക് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഒരു ലീഡിങ് MSME കമ്പനി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ഹയസ്റ്റ് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഗ്രോത്ത് കാണിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ്. കഴിഞ്ഞ ഒരു 5 വർഷത്തെ CAGR ഗ്രോത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം 44% CAGR ഗ്രോത്താണ് കാണിച്ചിട്ടുള്ളത്. ഏകദേശം ഇന്ത്യയിലെ 16 സ്റ്റേറ്റുകളിലും 120 സിറ്റീസിലും പ്രസൻസ് ഉള്ള 152ഓളം ബ്രാഞ്ചുകളുള്ള ഒരു കമ്പനിയാണ്. റീസെൻ്റ് IPO വഴി വന്നിട്ടുള്ളൊരു കമ്പനിയാണ്. നിലവിൽ അതിൻ്റെ വില ട്രേഡ് ചെയ്യുന്ന റേഞ്ച് എന്ന് പറയുന്നത് 89 രൂപ റേഞ്ചിലാണ് നിൽക്കുന്നത്. നല്ലൊരു റിസൾട്ടാണ് കാഴ്ചവെച്ചത്. നമ്മൾ പരിചയപ്പെടുത്തുന്ന മൂന്നാമത്തെ കമ്പനി എന്ന് പറയുന്നത് ബാങ്കാണ്. ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിങ് സർവീസുകൾ, ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ സ്മോൾ ഫിനാൻസ് ബാങ്കിങ് സെഗ്മെൻറ്റിൽ ഒരു ഫാസ്റ്റസ്റ്റ് AUM ഗ്രോത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്ക് കൂടിയാണത്. കൊളാറ്റർ ഫ്രീ ആയിട്ടുള്ള സ്മോൾ ടിക്കറ്റ് സൈസ് ആയിട്ടുള്ള ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാങ്ക് കൂടിയാണ്. നല്ലൊരു ബാങ്കാണ്. നിലവിൽ ഒരു റീസെൻറ്റ് IPO വഴി വന്നിട്ടുള്ളതാണ്. നിലവിൽ അതിൻ്റെ വില എന്ന് പറയുന്നത് 58 രൂപ റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ പരിചയപ്പെടുത്തുന്ന നാലാമത്തെ കമ്പനി എന്ന് പറയുന്നത് വാഡ്വിസാൺ ഇന്നൊവേഷൻ ആൻഡ് മൊബിലിറ്റി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇന്ത്യയിലെ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ പ്രൊഡക്ഷനിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ്. വളരെ വെൽ നോൺ ആയിട്ടുള്ള അവരുടെ ഒരു ബ്രാൻഡാണ് ജോയി ബൈക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലീഡിങ് EV മാനുഫാക്ചർ എന്ന് പറയുന്ന, അതുപോലെ തന്നെ BSEയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സെഗ്മെൻറ്റിലെ ഫസ്റ്റ് കമ്പനി കൂടിയാണ്. അതുപോലെ തന്നെ റീസെൻ്റ്ലി അവർ 3 വീലർ സെഗ്മെൻറ്റിൽ ഇലക്ട്രിക് വെഹിക്കിൾസ് ഇറക്കിയിരുന്നു, ജോയി റിക്ക് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ കമ്പനിക്ക് വയോം എന്നുള്ളൊരു പേരിൽ ഇലക്ട്രോണിക് ഡിവൈസുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു വയോം എന്ന ബ്രാൻഡിൽ പ്രൊഡക്റ്റുകളുണ്ട്. LED TV തൊട്ട് ആൽക്കലൈൻ വാട്ടർ പ്യൂരിഫയർ വഴി നല്ലൊരു റിസൾട്ടായിരുന്നു റീസെൻ്റ്ലി കാഴ്ചവെച്ചിട്ടുള്ളത്. നിലവിൽ ഈ കമ്പനിയുടെ ട്രേഡിംഗ് വില എന്ന് പറയുന്നത് 76 രൂപ റേഞ്ചിലാണ് നിൽക്കുന്നത്. നമ്മൾ പരിചയപ്പെടുത്തുന്ന അഞ്ചാമത്തെ കമ്പനി എന്ന് പറയുന്നത് സിങ്കാച്ചി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇത് മൈക്രോ ക്രിസ്റ്റലൈൻ സെല്ലുലോസിൻ്റെ ഒരു ലാർജസ്റ്റ് മാനുഫാക്ചറാണ്. വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ലാർജസ്റ്റ് മാനുഫാക്ചറാണ്. ഇതിന് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ തെലുങ്കാന, ഗുജറാത്ത് ബേസ് ചെയ്തിട്ടാണ് കമ്പനി വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏകദേശം 30 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഈ ഒരു ഫീൽഡിലുള്ള ഒരു കമ്പനി കൂടിയാണ്. അപ്പോൾ നിലവിൽ നമ്മൾ അവരുടെ ക്ലയൻസ് നോക്കുകയാണെങ്കിൽ വളരെ വെൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ക്ലയൻസ് അവർക്കുണ്ട്. അതായത് ഹിമാലയ, ഹെർബാലൈഫ്, അതുപോലെ തന്നെ സിപ്ല, ലൂപ്പിൻ ഇപ്ക പോലെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള കമ്പനികളും അതുപോലെ വെൽ നോൺ ആയിട്ടുള്ള ഈ ഒരു ഫീൽഡിലെ ബ്രാൻഡുകളും ഈ ഒരു കമ്പനിയുടെ പേരിലാണ് ഉള്ളത്. അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഈ സ്റ്റോക്കിൻ്റെ വില എന്ന് പറയുന്നത് 78 രൂപ റേഞ്ചിലാണ് നിൽക്കുന്നത്. നമ്മൾ പരിചയപ്പെടുത്തുന്ന ആറാമത്തെ കമ്പനി എന്ന് പറയുന്നത് കൊളാബ് ക്ലൗഡ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന കമ്പനിയാണ്. ഇത് മെയിനായിട്ട് IT പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ IT റിലേറ്റഡ് സർവീസുകൾ ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റീസെൻ്റ്ലി നല്ലൊരു റിസൾട്ടാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. നിലവിലെ സ്റ്റോക്ക് 100 രൂപ റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നമ്മൾ പരിചയപ്പെടുത്തുന്ന ഏഴാമത്തെ കമ്പനി എന്ന് പറയുന്ന DRC സിസ്റ്റംസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇതൊരു IT സർവീസ് കൺസൾട്ടൻസി കമ്പനി എന്ന് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിൽ ഒരു മെമ്പർ കൂടിയാണ് ഈ ഒരു കമ്പനി എന്ന് പറയുന്നത്. അതുപോലെ അഡോബ് സൊല്യൂഷൻ പാർട്ട്നേഴ്സിൻ്റെ ഒരു ബ്രൗൺസ് കമ്പനിയായിട്ട് സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു കമ്പനി കൂടിയാണത്. അതുപോലെ തന്നെ കമ്പനി ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള സർവീസുകൾ, AI ഓട്ടോമേഷൻസ്, അതുപോലെ തന്നെ ആപ്പ് ഡെവലപ്മെൻറ്റ്, വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് IT എനേബിൾഡ് സൊല്യൂഷൻസ് ഈ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് 56 രൂപ റേഞ്ചിലാണ് നിൽക്കുന്നത്. നമ്മൾ പരിചയപ്പെടുത്തുന്ന എട്ടാമത്തെ കമ്പനി എന്ന് പറയുന്നത് സ്റ്റാർ ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇത് മെയിനായിട്ട് ഹൗസിംഗ് ഫിനാൻസ് കമ്പനിയാണ്. 2005 ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് മിഡ് ഇൻകം ഗ്രൂപ്പ് ഹൗസ് ഹോൾഡ്സിന് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതായത് ഒരു പ്രൈമറി ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അതായത് പ്രധാൻ മന്ത്രി ആവാസ് യോജനയുടെ കീഴിൽ. അപ്പോൾ നിലവിൽ ഈ ഒരു കമ്പനിയുടെ പ്രസൻസ് എന്ന് പറയുന്നത് രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, തമിഴ്നാട് റീജിയൻസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. നിലവിലെ ഈ സ്റ്റോക്കിൻ്റെ വില എന്ന് പറയുന്നത് 68 രൂപ റേഞ്ചിലാണ് നിൽക്കുന്നത്. നമ്മൾ പരിചയപ്പെടുത്തുന്ന 9ാമത്തെ കമ്പനി എന്ന് പറയുന്നത് ബാങ്കാണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യ ഒട്ടാകെ പാൻ ഇന്ത്യ പ്രസൻസ് ഉള്ള ഒരു ബാങ്ക് കൂടിയാണ്. ഏകദേശം 4494 ബ്രാഞ്ചുകൾ ഇന്ത്യ ഒട്ടാകെ ഉണ്ട്. അതിൽ ഭൂരിപക്ഷം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് റൂറൽ ആൻഡ് സെമി അർബൺ ഏരിയാസിലാണ്. അപ്പോൾ റീസെൻ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്കിൻ്റെ വളരെ നല്ലൊരു റിസൾട്ടാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതിൽ നെറ്റ് പ്രോഫിറ്റിൽ വളരെയധികം ഒരു ജമ്പാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നോൺ പെർഫോമിംഗ് അസറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ 8.85% ആയിരുന്നതിൽ നിന്ന് 4.50% നോൺ പെർഫോമിംഗ് അസറ്റ് കുറയ്ക്കുകയുണ്ടായി. അത് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതുപോലെ മറ്റ് ഫിനാൻഷ്യൽ റേഷ്യോസിൽ നമ്മൾ നോക്കിയാലും ഈ ഒരു കമ്പനിയുടെ കേസിൽ വളരെ നല്ലൊരു റിസൾട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിലവിൽ ഈ കമ്പനിയുടെ വില എന്ന് പറയുന്നത് ട്രേഡ് ചെയ്യുന്നത് 54 രൂപ റേഞ്ചിലാണ് നിൽക്കുന്നത്. നമ്മൾ പരിചയപ്പെടുത്തുന്ന 10ാമത്തെ കമ്പനി എന്ന് പറയുന്നത് ആഷി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇത് മെയിനായിട്ടൊരു IT കൺസൾട്ടൻസി സർവീസ് കമ്പനിയാണ്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനിയുടെ റീസെൻറ്റ് ക്വാർട്ടർ റിസൾട്ട് വളരെ നല്ലതായിരുന്നു. നിലവിലെ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന 56 രൂപ റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10ഓളം കമ്പനികൾ, 100 രൂപ താഴെ 10ഓളം കമ്പനികൾ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായി. അപ്പോൾ എല്ലാത്തിലും നിങ്ങളുടേതായൊരു ഡീറ്റെയിൽ സ്റ്റഡി ആവശ്യമുണ്ട്. അതിൽ നിന്ന് ഉചിതമായ കമ്പനീസ് തിരഞ്ഞെടുത്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ 50 രൂപ താഴെ റേഞ്ചിൽ 10 വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ കാണുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.